ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടെൻ ടു ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ മാസത്തിൽ എഴുതിയിട്ടുള്ള കേരള NMMS പരീക്ഷയുടെ റെക്ടിഫൈഡ് ആൻസർ കീ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്ടിഫൈഡ് ആൻസർ കീ നിങ്ങൾക്ക് കാണാവുന്നതാണ്. റെക്ടിഫൈഡ് ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ ഫൈനൽ ആൻസർ കീ ഉടൻ തന്നെ അവൈലബിൾ ആവും. ഫൈനൽ ആൻസർ കീ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും മെയ് 1 അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലോ ആയിട്ട് 2024 NMMSന്റെ ഫലം നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ റെക്ടിഫൈഡ് ആയിട്ടുള്ള ആൻസർ കീ കൂടി വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ മാർക്കുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഇതിന് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സേഫ് സോൺ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിന്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളുടെ NMMSന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സാറ്റിലെ 60ാമത്തെ ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ സീരീസ് A സീരീസിലെ 60ാമത്തെ ചോദ്യം, അതിന്റെ ആൻസർ B ആയിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ പ്രൊവിഷണൽ ആൻസർ കീയിൽ A ആയിരുന്നു, കറക്റ്റ് ആൻസർ B ആക്കി മാറ്റിയിട്ടുണ്ട്. A സീരീസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ദെൻ മാറ്റിലെ 6 ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ 3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഉള്ളത് കാരണം 3 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അത് A സീരീസിൽ 16ാമത്തെ ക്വസ്റ്റ്യൻസും 74ാമത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 82ാമത്തെ ക്വസ്റ്റ്യൻസും ആണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഫൈനലൈസ് ചെയ്തിട്ടില്ല ആൻസർ കീയിൽ പ്രൊവിഷൻസ് 38ാമത്തെ ക്വസ്റ്റ്യൻസ് പ്രൊവിഷൻ ആൻസർ കീയിൽ A സീരീസിൽ 38ാമത്തെ ക്വസ്റ്റ്യൻ D ആയിരുന്നു ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അത് ആൻസർ ഫൈനലൈസ് ചെയ്തിട്ടുള്ള A ആയിട്ടാണ്. അതുപോലെ തന്നെ 39ാമത്തെ ക്വസ്റ്റ്യൻ A സീരീസിലെ 39ാമത്തെ ക്വസ്റ്റ്യൻ പ്രൊവിഷണൽ ആൻസർ കീയിൽ B ആയിരുന്നു ആൻസർ, അത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ആൻസർ C ആണ്. ദെൻ അതുപോലെ തന്നെ 41ാമത്തെ ക്വസ്റ്റ്യൻസ് A സീരീസിൽ 41ാമത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ പ്രൊവിഷണൽ കീയിൽ B എന്നായിരുന്നു കൊടുത്തിട്ടുള്ളത്, ആൻസർ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് C ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ്. 3 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മാറ്റിലെ 3 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റിലെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തിരുത്തൽ വന്നിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീയുടെ തിരുത്തൽ വന്നിട്ടുണ്ട്. മാറ്റിലും അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻസിന്റെ തിരുത്തൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ മാറി കൊടുത്തിട്ട് അത് തിരുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീയും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. ആ മാർക്ക് അനുസരിച്ച് നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നാലും അതുപോലെ തന്നെ റിസൾട്ട് വന്നാലും മറ്റുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ചോദിക്കാവുന്നതാണ്. വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടെൻ ലേണിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ ഇതിൽ തന്നെ തുടരുക. താങ്ക് യു.